അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എങ്കിലും മോനെ ഇജ് നമ്മുടെ സാബിൻ്റെ കാര്യം ആലോചിക്കണമെന്നു. ആ പെണ്ണ് നിറവയറുമായിട്ട് നിൽക്കുമ്പോൾ ഇജ് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. മൊയ്തീൻ ഹാജി ജമാലിനോട് പതിയെ പറഞ്ഞു. ജമാൽ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ വല്ലാത്ത സങ്കടം കാണാമായിരുന്നു. അയാൾക്ക് സങ്കടം തോന്നി. ഉപ്പയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. ഉപ്പയുടെ കാര്യം എന്താവുമെന്നാണ് ചിന്തിക്കേണ്ടത്. സാബി ഉള്ളത് കൊണ്ട് ആരും ഉപ്പയെ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. അവൾ പൊന്നു പോലെ നോക്കും. സാബി വീട്ടിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ വന്നാൽ പിന്നെ ഉപ്പയുടെ കാര്യം വളരെ കഷ്ടമായിരിക്കും. ജാസ്മിൻ എന്തായാലും ഉപ്പയെ നോക്കില്ല എന്നത് ഉറപ്പാണ്. 1 മാസം കഴിഞ്ഞാൽ അവൾക്ക് ഗൾഫിലേക്ക് തന്നെ മടങ്ങണം. ഇനിയിപ്പോൾ ഗൾഫിലേക്ക് പോയിട്ടില്ലെങ്കിലും അവൾക്ക് ഇവിടെ എവിടെയെങ്കിലും ജോലി പെട്ടെന്ന് ശരിയാവും. ഭർത്താവിൻ്റെ പ്രായമായ ഉമ്മയെയും ഉപ്പയെയും നോക്കാനുള്ള മാനസിക നിലയൊന്നും അവൾക്കില്ല. സ്വന്തം ഉമ്മാക്ക് അസുഖമായിട്ട് പോലും ശുശ്രൂഷിക്കാൻ കൂടെ നിൽക്കാത്തവളാണ്. പണം കൊടുത്താൽ ഹോം നേഴ്സിനെ കിട്ടുമല്ലോ എന്നാണ് അവളുടെ ചോദ്യം. ഒരു കാര്യത്തിൽ അതും ശരിയാണ്. കൂടെ നിന്നിട്ട് മക്കൾ നോക്കാത്തതിനേക്കാൾ നല്ലത് ആരെയെങ്കിലും ഏൽപ്പിക്കുന്നത് തന്നെയാണ്. കുറച്ച് പണം കൊടുത്താലും കിടപ്പ് രോഗികളുടെ കാര്യങ്ങൾ കുറച്ചെങ്കിലും ഭംഗിയായി നടക്കും. ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല ഉപ്പ. അവൾക്ക് വാക്ക് കൊടുത്തു പോയി. അവളെ കല്യാണം കഴിക്കുന്നെന്ന് വെച്ച് ഞാൻ സാബിയെ ഉപേക്ഷിച്ച് പോകാനൊന്നും തയ്യാറല്ല. അത് കരുതി ഉപ്പ പേടിക്കണ്ട. ഈ വയസ്സാം കാലത്ത് എനിക്ക് എന്ത് പേടി മോനെ? ഞാനിപ്പോൾ മരിക്കാനായി. ഇനിയിപ്പോൾ എനിക്കെന്ത് പേടിയാ? ചിരിയോടെ അയാൾ പറഞ്ഞു. എനിക്കിനി അധിക കാലമൊന്നും ഉണ്ടാവില്ല. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിച്ചുപോയാൽ മതിയായിരുന്നു എന്നാണ് പ്രാർത്ഥന. പക്ഷേ എനിക്ക് നിന്റെ കാര്യം ഓർത്താണ് ഭയം. ജമാൽ ആശങ്കയോടെ ഉപ്പയെ നോക്കി. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് വരുന്ന ഒരു പെണ്ണ് നിന്റെ കൂടെയും സന്തോഷത്തോടെ ജീവിക്കുമെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? അവളുടെ കിട്ടിയതിനേക്കാൾ നല്ലത് നീയാണെന്ന് ഓർത്തിട്ടാണല്ലോ നിന്റെ കൂടെ വരുന്നത്. നാളെ നിന്നേക്കാൾ നല്ലൊരു ആളെ കണ്ടാൽ അവൾ അവൻ്റെ കൂടെയും പോകില്ലെന്ന് എന്താണ് മോനെ നിനക്കുറപ്പ്? ജമാലിൻ്റെ മുഖം വല്ലാതായി. ഉപ്പ, അവൾ അങ്ങനത്തെ ഒരു പെണ്ണല്ല. കുറേയേറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പ എന്തായാലും ഈ കാര്യം എതിർക്കരുത്. ഞാൻ അവളെ കൂടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. മൊയ്തീൻ ഹാജി ഒന്നും പറയാതെ കണ്ണുകളടച്ചു. ഇനി ഒന്നും സംസാരിക്കാതിരിക്കാനുള്ള സിഗ്നലാണെന്ന് മനസ്സിലായതും ജമാൽ പതിയെ അവിടെ നിന്നും ഇറങ്ങി. അയാൾ നേരെ മുറിയിലേക്ക് നടന്നു. ബെഡിൽ തൻ്റെ 2 മക്കളും ഉറങ്ങുന്നത് അയാൾ കണ്ടു. നിങ്ങൾ മുകളിലെ ബെഡ്റൂമിൽ പോയി കിടന്നോളൂ. നാളെ മുതൽ അവിടെയാണല്ലോ കിടക്കുക. പിറകിൽ നിന്നും ആ വാക്കുകൾ കേട്ട് അയാൾ നോക്കി. സൗമ്യമായ ഭാവത്തോടെ സാബി നിൽക്കുന്നത് അയാൾ കണ്ടു. അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അയാൾ പതിയെ പറഞ്ഞു. അതിന് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു കല്യാണം കൂടി കഴിക്കുമ്പോൾ പുതിയ ഭാര്യയെ കൊണ്ടുവരേണ്ടത് ഈ വീട്ടിലേക്ക് തന്നെയാണ്. ഇവിടെ ഇഷ്ടം പോലെ റൂമുകളുണ്ടല്ലോ. എൻ്റെ കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. അവളുടെ മുന്നിൽ താൻ ചെറുതാകുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ എന്തോ പറയാൻ ശ്രമിച്ചു. എന്നാൽ അയാൾക്ക് വാക്കുകൾ കിട്ടിയില്ല. ഈ കാര്യം അറിയുമ്പോൾ സാബി പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു അയാൾ കരുതിയത്. അല്ലെങ്കിൽ പരിഭവിക്കുമെന്ന് കരുതി. അങ്ങനെയൊരു കാര്യം നടന്നിട്ടേ ഇല്ല എന്നതുപോലെയാണ് അവളുടെ പെരുമാറ്റം. അയാൾക്ക് അവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലായില്ല. അല്ല, നാളല്ലേ നിക്കാഹ്? അവളുടെ ചോദ്യത്തിന് ഒരു വിഡ്ഢിയെ പോലെ അയാൾ തലയാട്ടി. നന്നായി. ഞാനും അത് അങ്ങോട്ട് പറയാനിരിക്കുന്നു. നിങ്ങൾക്ക് നല്ലതേ അവൾ തന്നെയാണ്. അവൾ എന്നേക്കാൾ സൗന്ദര്യമുണ്ട്, ഒരു ജോലിയുണ്ട്, പിന്നെ നല്ല സാമ്പത്തികമുണ്ട്, വണ്ടികളൊക്കെ ഓടിക്കാറിയാം എന്നുമാണ് ഞാൻ കേട്ടത്. എന്നെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണ് അവൾ. നിങ്ങളുടെയും നിങ്ങളുടെ ഉമ്മാൻ്റെയും ആഗ്രഹം പോലെ ആൺകുട്ടികളെ പ്രസവിക്കാൻ അവൾക്ക് കഴിയുകയും ചെയ്യും. എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലത് അവൾ തന്നെയാണ്. അയാൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? അവളുടെ ചോദ്യം കേട്ട് അയാൾ കണ്ണുമേയിച്ചു. നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ടേ എത്ര വർഷമായി എന്നാണ് ഞാൻ ചോദിച്ചത്. 2 എന്ന അർത്ഥത്തിൽ അയാൾ ആംഗ്യം കാണിച്ചു. എനിക്കും തോന്നി. കൃത്യം 2 വർഷം മുമ്പാണ് നിങ്ങൾ എന്നോട് ഇഷ്ടക്കേട് കാണിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് എന്നോട് അല്പമെങ്കിലും സ്നേഹം കാണിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ വീട്ടിലൊരു വേലക്കാരിൻ്റെ സ്ഥാനം പോലും ഇല്ല. വീട്ടുജോലികൾ ചെയ്യാനും ഉപ്പയുടെ കാര്യം നോക്കാനും ഒരാൾ വേണം എന്നതുകൊണ്ട് എനിക്ക് വീട് വിട്ടു പോകേണ്ടി വരില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും ശാശ്വതമല്ലല്ലോ. എനിക്ക് എൻ്റെയും എൻ്റെ മക്കളുടെയും ഭാവി നോക്കണം. നിങ്ങൾ അവളെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല. എതിർത്തിട്ടും കാര്യമില്ല എന്നറിയാം. എല്ലാം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇനി എൻ്റെ കാര്യം എന്താകുമെന്ന് പറ. എനിക്ക് വീട്ടിലെ വേലക്കാരിയായിട്ട് തുടരാൻ തീരെ താല്പര്യമില്ല.
നിങ്ങൾ അവളെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വരുന്ന നിമിഷം എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ പടിയിറങ്ങും. എനിക്കും എൻ്റെ മക്കൾക്കും സന്തോഷത്തോടെ ജീവിക്കണം. അതും പറഞ്ഞ് അവൾ തിരിച്ച് അടുക്കളയിലേക്ക് പോയി. ജമാൽ വാക്കുകൾ ഒന്നും പറയാനാവാതെ അങ്ങനെ നിന്നു. ഇതെല്ലാം പ്രതീക്ഷിച്ചത് തന്നെയാണെങ്കിലും സാബിയുടെ കൂസലില്ലായ്മ അയാളെ ശരിക്കും അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു. ഉമ്മ, ഓള് പറഞ്ഞത് കേട്ടോ ഉമ്മ? വാതിലിന് പുറത്ത് നിന്ന് എല്ലാം കേട്ടുകൊണ്ടിരുന്ന ആബിദ ഉമ്മയോട് ചോദിച്ചു. ആ കേട്ടു. ഓളെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓൾ ഇറങ്ങിപ്പോയ അതോടെ ഈ ബന്ധം തീർന്നെന്ന് കരുതിയാൽ മതി. ഈ ഉമ്മാൻ്റെ ഒരു കാര്യം. ആബിദ അരിശത്തോടെ തലയിൽ കൈവച്ചു. എൻ്റെ ഉമ്മ, ജമാൽ പോകുമ്പോൾ കൂടെ നിങ്ങൾക്കും എനിക്കും മക്കൾക്കും പോകണ്ടേ? അപ്പോൾ ഉപ്പാനെ ആര് നോക്കുമ്മ? അത് കേട്ടപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് നബീസുവിന് മനസ്സിലായത്. അക്കാര്യം അവർ മറന്നുപോയിരുന്നു. സാബി ഇല്ലെങ്കിലേ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവുമെന്ന് അവർക്ക് മനസ്സിലായി. പോയി തിരിച്ചു വരുന്നത് വരെയെങ്കിലും അവൾ ഇവിടെ ഉണ്ടായേ പറ്റൂ. അത് ശരിയാണല്ലോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സെലീനയും ലൈലയുണ്ടല്ലോ, അവരോട് നോക്കാൻ പറയാം. അവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ആബിദയുടെ മുഖം തെളിഞ്ഞു. എന്നാൽ അതേ നിമിഷം തന്നെ അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം ഓർത്തപ്പോൾ മുഖം മങ്ങുകയും ചെയ്തു. അതൊന്നും ചിലപ്പോൾ നടക്കില്ല ഉമ്മ. അവർ സാബിനെ പോലല്ല. ചിലപ്പോൾ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയും. നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കുന്നതാവും നല്ലത്. നമ്മൾ തിരിച്ചു വരുന്നത് വരെ അവൾ നോക്കിക്കോളല്ലോ. പൈസ കൊടുത്താൽ പോരെ? അതന്നെ. നബീസു ഒന്ന് മൂളി. അടുക്കളയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അപ്പോഴാണ് എന്തോ പൊട്ടിത്തകരുന്നത് പോലെയായിരുന്നു അവൾ. അവർ രണ്ടുപേരും നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ മാർബിൾ തളയിൽ വലിയൊരു സെറാമിക് പ്ലേറ്റ് പൊട്ടിക്കിടക്കുന്നത് കണ്ടു. അല്ലാ, അത് ഈ പൊട്ടിച്ചോ? അടുത്ത് നിൽക്കുന്ന സാബിയോട് നബീസ് ചോദിച്ചു. അവൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ആ, ഞാനേ ഇത് മനഃപൂർവ്വം പൊട്ടിച്ചതല്ല, റാക്കിൽ വെച്ചതായിരുന്നു. പൂച്ച തട്ടിയിട്ടതാ. അല്ല, ഈ എന്തിനാപ്പോൾ വാതിൽ തുറന്നിടാൻ പോയത്? ദേഷ്യം സഹിക്കാൻ കഴിയാതെ നബീസ് ചോദിച്ചു. വേസ്റ്റ് കൊണ്ടുപോയി ഇടാൻ പോയതാണ്. പൂച്ച കയറി വരുമെന്ന് ആര് കണ്ടു? പിന്നെ നബീസുവിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കൊരു പൂച്ച കയറി വരാറുണ്ട്, പക്ഷേ പ്ലേറ്റ് പൊട്ടിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ, പൊട്ടിയത് പൊട്ടി, അത് വാരിയിടാൻ നോക്ക്. ആബിദ അതും പറഞ്ഞ് അടുക്കളയിൽ നിന്ന് പതിയെ വലിഞ്ഞു. ഇത്ത, ഒന്ന് നിന്നേ, സാബി പെട്ടെന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു നിന്നു. ഒന്ന് വാരിയിടോ, എനിക്ക് കുനിഞ്ഞെടുക്കാൻ വയ്യ. വയറ് ഉണ്ടേ, മാസം 7 ആയില്ലേ. ആബിദ അമ്പരപ്പോടെ അവളെ നോക്കി. സാബി അങ്ങനെ ചോദിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. എനിക്കൊന്നും വയ്യ, പാത്രം സൂക്ഷിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ. എന്നാൽ പിന്നെ ഉമ്മ വാരിയിട്ടോ. അതും പറഞ്ഞ് സാബി പുറത്തേക്ക് പോയി. വാതിൽക്കൽ എത്തിയതും അവൾ തിരിഞ്ഞു നോക്കി. ഒരു കാര്യം ചെയ്യേ, ഇത്ത വന്ന് പാത്രം കഴുകി വെച്ചോ, ഞാനത് വാരിയിടാം. ഇത്തവണ ആബിദയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തു. ഓ, നീ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വന്നതാണോ? ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. ഹോ, ഞാനൊരു സഹായമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. തിന്ന പാത്രം പോലും കഴുകി വെക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നുമില്ല, മാളികൽ ജമാലിൻ്റെ ഭാര്യയാണ്. ആബിദയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. അവൾ സാബിയുടെ മുഖത്തേക്ക് പോലും അവൾക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലേ അവിടെ കിടന്നോട്ടെ, നാളെ നിങ്ങളെ പുന്നാര നാത്തും വരുമല്ലോ, അവൾ വാരിയിട്ടോളും. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. എത്രയും പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി വെച്ച് കിടക്കാൻ അവൾ ആഗ്രഹിച്ചു. കുറേ കാലമായി ഇതൊക്കെ പറയണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. ഇതുവരെ അവൾ ക്ഷമിച്ചു നിന്നു. ഇനി ക്ഷമിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് തോന്നി. ഉമ്മ, അവൾ പറഞ്ഞത് കേട്ടോ? നിങ്ങളെക്കൊണ്ട് കഴിയാഞ്ഞിട്ടാണ്. എനിക്കവിടെ വീട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമായില്ലെങ്കിലേ അത് പറ, ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കാം. ഉമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് പറയാനാണ്? നബീസ് പറഞ്ഞു. പിന്നെ പൊട്ടിയ പ്ലേറ്റ് കഷ്ണങ്ങൾ അടിച്ചു വാരി കൊണ്ടുവന്ന് അതിലേക്കിട്ടു. പിന്നെ നിലമടിച്ച് വാരി വൃത്തിയാക്കി. ഉമ്മ എന്തിനാ അതൊക്കെ ചെയ്യാൻ പോയത്? ഓളെ കൊണ്ട് ചെയ്യിപ്പിച്ചൂടെന്നോ? ഉമ്മാൻ്റെ ഉഷിരൊക്കെ എവിടെ പോയി? നബീസ് ഒന്നും മിണ്ടാതെ പാത്രത്തിൻ്റെ പൊട്ടുകൾ പുറത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞു. ഇടയ്ക്ക് അവർ ദേഷ്യത്തോടെ സാബിയെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സാബിക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവൾ ഉമ്മയെ ശ്രദ്ധിക്കാതെ പാത്രം കഴുകുന്നത് തുടർന്നു. നബീസു എന്തോ പറയാനായി വാ തുറന്നതും അവൾ അവരെ നോക്കിയതും ഒരുമിച്ചായിരുന്നു. ഈ കഴുകിയ പാത്രങ്ങളൊക്കെ അകത്ത് കൊണ്ടുപോയി വെക്കണം. പൂച്ചയുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഇനിയും അത് പൊട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നബീസു ഞെട്ടിപ്പോയി. സാബി തന്നെയാണോ ആ പറയുന്നത് എന്നായിരുന്നു അവരുടെ ചിന്ത. അവർക്ക് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ പാത്രം എടുക്കാനും തോന്നിയില്ല. ഒന്നും മിണ്ടാതെ നബീസു അകത്തേക്ക് പോയി. അവിടെ വീർത്ത് കിട്ടിയ മുഖത്തോടെ ആബിദ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് അങ്ങനെ വിട്ടാൽ പറ്റൂലമ്മ. ഓളിപ്പോൾ തലയിൽ കയറാൻ തുടങ്ങി.
ഇപ്പോൾ തന്നെ അത് നിയന്ത്രിക്കണം. നാളെ ജാസ്മിൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇവൾ കുഴപ്പങ്ങളുണ്ടാക്കും. ഞാനെന്ത് ചെയ്യാനാണ്? ജമാലിനോട് ചോദിക്കണം. ഓനാണല്ലോ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ പിന്നെ ഓൻ തന്നെയല്ലേ എല്ലാം തീരുമാനിക്കേണ്ടത്. ഓനെ ഒന്നും അറിയണ്ടല്ലോ. നാട്ടുകാരെയും കുടുംബക്കാരെയും മുഖത്ത് നോക്കേണ്ടത് നമ്മയല്ലേ. ആബിദ പിരികയറ്റുന്നതിനനുസരിച്ച് നബീസുവിന് ദേഷ്യം കൂടിക്കൊണ്ടേയിരുന്നു. ജമാൽ ഇവിടെ? അവർ ചോദിച്ചത് കേട്ട് ആബിദ മുകളിലേക്ക് ചൂണ്ടി. അവൻ മുകളിലെ റൂമിലേക്ക് പോയിട്ടുണ്ട്. ഉമ്മ അവനോടൊന്ന് സംസാരിക്കും. ഇവളെ ഒരു പാഠം പഠിപ്പിക്കണം, അല്ലെങ്കിലേ പിന്നെ എല്ലാം ബുദ്ധിമുട്ടാകും. നബീസ് ഒന്ന് മൂളി. പിന്നെ പതിയെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. ആബിദാവും പിന്നാലെ ചെന്നു. ഉമ്മയും എത്തിയും മുകളിലേക്ക് കയറി വരുന്നത് കണ്ട് ഫോണിൽ സംസാരിക്കുകയെന്ന് ജമാൽ കോൾ കട്ട് ചെയ്തു. ഈ ഇങ്ങനെ ഏത് നേരം ചൊല്ലിക്കൊണ്ടിരുന്നോ? എൻ്റെ പെണ്ണുങ്ങളിവിടെ ഉമ്മാനെയും എന്നെയും കഷ്ടപ്പെടുത്തുന്ന ഈ കാണുന്നില്ലേ? ജമാൽ അത്ഭുതത്തോടെ എഴുന്നേറ്റിരുന്നു. സാബിയെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നതെന്ന് അവൻ ആലോചിച്ചു. സാബിയെക്കുറിച്ചാണ് ഉമ്മ നിങ്ങൾ പറയുന്നത്? അല്ല, ഉമ്മ പാത്തുവിനെ കുറിച്ച്. നബീസു ദേഷ്യത്തോടെ പറഞ്ഞു. ദേഷ്യത്തോടെ നബീസ് പറഞ്ഞു. ഉമ്മയുടെ മുഖത്തെ ദേഷ്യവും സംസാരവും കണ്ടപ്പോൾ കാര്യമായി എന്തോ കുഴപ്പമുണ്ടെന്ന് ജമാലിന് തോന്നി. അൻകോളെ അടക്കി നിർത്താൻ പറ്റാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഉമ്മാനോട് ഇങ്ങനെയൊന്നും സംസാരിക്കൂല. എന്താ കാര്യം പറ? ജമാലിന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ നബീസും ആബിദയും പരസ്പരം നോക്കി. സാബിയുടെ കാര്യത്തിൽ എന്താണ് നിന്റെ തീരുമാനമെന്ന് പറ. ഓളെ എന്ത് ചെയ്യാനാണ് പരിപാടി? ജാസ്മിൻ വരുമ്പോൾ ഓളെ ഇറങ്ങിപ്പോവെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉമ്മയോട് എന്നോടൊക്കെ തർക്കുത്തരം പറയാനും തട്ടിക്കയറാനും വന്നിരിക്കുന്നു. ഉമ്മയോട് എന്നോടൊക്കെ ദേഷ്യപ്പെടുന്നു. പാത്രം കഴുകി വെക്കാനും പണിയെടുക്കാനും പറയുന്നു. ഓളെ കാര്യത്തിലൊരു തീരുമാനം പറ. ഞാനെന്ത് പറയാനാണ് ഉമ്മ? നിസ്സാരതയോടെ അവൻ പറഞ്ഞു. അവൾ ഗർഭിണിയാണല്ലോ. ഈ ഒരു സാഹചര്യത്തിലേ അവളെ ഒഴിവാക്കാൻ പറ്റില്ല. ജാസ്മിനെയും ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു. രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. അതൊന്നും നടക്കൂല. നീ നാളെ നിക്കാഹ് കഴിച്ച് അവളെയും കൊണ്ടുവരുമ്പോഴേ സാബി പോകുന്നല്ലേ പറഞ്ഞത്? അവൾ പോകുന്നെങ്കിൽ പോവട്ടെ. എനിക്ക് അവളെക്കുറിച്ച് ഓർത്ത് ചെറിയ വേവലാതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവളെ സ്വഭാവം കാണുമ്പോൾ അവളെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇനിയും അവളെ പാവം വിചാരിച്ച് ഇവിടെ നിർത്തിയാലേ അവൾ ചിലപ്പോൾ ഇവിടെ ഇളക്കി മറക്കും. ജമാലിനും അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും നേരത്തെ അവൾ തന്നോട് പറഞ്ഞത് ഓർക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതുമ്മ? ഉമ്മ പറയുന്നത് പോലെ ചെയ്യാം. നബീസ് ഒന്ന് ആലോചിച്ചു. അവൾക്കിപ്പോൾ 7 മാസം കഴിഞ്ഞു. ഈ സമയത്ത് മൊഴി ചെല്ലാൻ പറ്റില്ല. അവൾക്ക് ജമാൽ ഒരു കല്യാണം കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ജമാലിനാണെങ്കിൽ അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ നിക്കാഹ് നടക്കട്ടെ. സാബിയോട് ഇറങ്ങിപ്പോവാൻ പറയും വേണ്ട. ഒരു ഭാര്യ ഉള്ളയാൾ മറ്റൊരു പെണ്ണിനെ കൂടെ നിക്കാഹ് കഴിക്കുന്നത് നമ്മുടെ മതത്തിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ ജമാൽ വീണ്ടും ഒരു വിവാഹം കഴിച്ചതിന് ആരും പരാതി പറയൂല. നീ നാളെ നിക്കാഹ് കഴിച്ചു വരുമ്പോൾ സാബി ഇവിടെ ഉണ്ടാവില്ല എന്ന് അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് സാധ്യത. അവൾ വെറുതെ ഒന്നും പറയുന്ന കൂട്ടത്തിലല്ല ഉമ്മ. നബീസ് ഒന്ന് മൂളി. നമ്മളായിട്ടേ അവളെ ഇറക്കി വിടുന്നത് വലിയ പ്രശ്നമാണ്. എന്നാൽ അവൾക്ക് താനെ ഇറങ്ങിപ്പോവാണെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാം. തൽക്കാലം നമുക്ക് അതിനുള്ള വഴികൾ നോക്കാം. ഉമ്മ പറഞ്ഞത് കേട്ട് ആബിദും ജമാലും അതിന് തലയാട്ടി. ഇനി വേറൊരു വഴി കൂടിയുണ്ട്. അല്പം കടന്ന പണിയാണ്. വേറെ ഒരു വഴിയില്ലെങ്കിൽ ഞാൻ അതങ്ങ് ചെയ്യും. എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് അവൾക്ക് നല്ലത്. ഈ സമയത്തൊന്ന് കമഴ്ന്ന് വീണാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അവൾക്ക്. ഉമ്മ! നെട്ടിലൂടെ ജമാൽ വിളിച്ചുപോയി. അയാൾക്ക് ഉമ്മ പറയുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സാബിയെ അപായപ്പെടുത്തുന്ന കാര്യമാണ് ഉമ്മ പറഞ്ഞത്. മനസ്സുകൊണ്ട് അവളോട് അത്ര സ്നേഹമില്ലെങ്കിൽ പോലും അങ്ങനെയൊരു ദുഷ്ടതരം അയാൾ ചിന്തിച്ചു കൂട്ടിയിട്ടില്ല. ഞാനിവിടെ വന്ന കാലത്തെ നിങ്ങളെ വല്യമ്മ അങ്ങനെയായിരുന്നു. എന്നെ കുറേ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ കുളിക്കാൻ കയറി തിരിച്ചിറങ്ങിയപ്പോൾ കുളിമുറിയുടെ പടവിലെ അവർ എണ്ണ ഒഴിച്ച് വെച്ചു. അന്ന് നടുവും കുത്തിയാണ് ഞാൻ വീണത്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. എൻ്റെ മരക്കളോട് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുമില്ല. പക്ഷെ ആവശ്യം വന്നാലേ അത് കാണിക്കാൻ ഞാൻ മറക്കുകയില്ല. അത് പറയുമ്പോൾ നബീസിൻ്റെ മുഖത്ത് ക്രൂരത നിറഞ്ഞിരുന്നു. ഉമ്മ, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലട്ടോ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും പറ്റിയാലേ. നിങ്ങൾ ഏത് ലോകത്താണ് ഉമ്മ ജീവിക്കുന്നത്? ആ ചോദ്യം കേട്ട് നബീസു ദേഷ്യത്തോടെ ആബിദയെ നോക്കി. നിങ്ങൾ ഈ പറഞ്ഞത് പറഞ്ഞു. ഇനി മേലാലേ അങ്ങനെ വിഡ്ഢിത്തരൊന്നും പറയരുതമ്മ. കാലൊക്കെ മാറിമ്മ. ഇതുപോലെ എന്തെങ്കിലും പൊട്ടത്തരം ചെയ്തു വെച്ച് അവൾക്ക് എങ്ങാനും മനസ്സിലായില്ലേ പിന്നെ കേസ് കൊടുക്കുള്ളൂ. പിന്നെ
ബാക്കിയുള്ള കാലം നമുക്ക് മൂന്നാൾക്കും ജയിലിൽ കിടക്കാം. അത് വേണോ? നബീസു അമ്പരപ്പോടെ അവളെ നോക്കി. അങ്ങനെ ഒരു സാധ്യത അവർ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. സാബിനൊരു പാഠം പഠിപ്പിക്കാമെന്ന് മാത്രമേ കരുതിയുള്ളൂ. എന്നാൽ ഇനി അങ്ങനെയൊക്കെ ചിന്തിച്ചു മാത്രം പറഞ്ഞാൽ മതി. പണ്ടത്തെ കാലല്ല ഇപ്പോൾ. ഇവിടെ നടക്കുന്നതൊക്കെ പലർക്കും അറിയാം. നിങ്ങളെ മൂത്ത 2 മരുക്കൾക്കും അയൽക്കൂട്ടത്തിലൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അയൽവാസികൾക്കെല്ലാം ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം. സാബിക്ക് എന്തെങ്കിലും പറ്റിയാലേ അത് നമ്മുടെ തെറ്റില്ലെങ്കിൽ കൂടി നമ്മൾ ചെയ്തതായിട്ട് എല്ലാവരും പറയും. വെറുതെ വേണ്ടാത്ത പൊല്ലാപ്പിനൊന്നും പോകണ്ടമ്മ. നാളെ വൈകുന്നേരം നിക്കാഹ് കഴിഞ്ഞ് ജാസ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. അഭിമാനിയാണെങ്കിൽ സാബി പറഞ്ഞ വാക്ക് പാലിക്കണം. അവൾ മക്കളെയും കൂട്ടി ഇറങ്ങിപ്പോവും. പിന്നെ അവളെ കൊണ്ടുള്ളൊരു ശല്യം ഉണ്ടാവില്ല. നബീസു പതിയെ തലയാട്ടി. ജമാൽ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടു നിന്നു. കാര്യങ്ങൾ ഇത്ര കുഴപ്പത്തിലേക്ക് പോകുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് അയാൾ ചിന്തിച്ചു. താൻ മഹർ കൊടുത്ത് നിക്കാഹ് കഴിച്ച തൻ്റെ ഭാര്യയെക്കുറിച്ചും തനിക്ക് അവളിൽ പിറന്ന തൻ്റെ മക്കളെക്കുറിച്ചുമാണ് ഈ പറയുന്നതെന്ന് ഒരു ചിന്തയും അയാളുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഉപ്പയെ നോക്കാൻ ആളെ വെക്കേണ്ടി വരും അല്ലേ? സങ്കടത്തോടെയായിരുന്നു നബീസുവിൻ്റെ ചോദ്യം. ഒരാളെ വെച്ചാൽ അവർക്ക് 20,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. 1 രൂപ പോലും വെറുതെ കളയുന്നതിനോട് നബീസുവിന് താല്പര്യമില്ല. അതൊക്കെ നമുക്ക് കൊടുക്കാം അമ്മ, ബേജാറാവാതെ. സമയം കുറേ ആയില്ലേ, പോയി കിടന്നിറങ്ങിക്കോളൂ. ബാക്കിയൊക്കെ നമുക്ക് നാളെ നോക്കാം. ഇടയ്ക്ക് മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു ജമാൽ പറഞ്ഞത്. സൈലൻ്റ് ആക്കി വെച്ച മൊബൈലിലേക്ക് ഒരു ജാസ്മിൻ 5 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. കാര്യം മനസ്സിലായതുപോലെ ആബിദ അവിടെ ഉമ്മയെയും കൊണ്ട് താഴേക്കിറങ്ങിപ്പോയി. പോകുന്ന വഴി നബീസു സാബിയുടെ മുറിയിലേക്കൊന്ന് പാളി നോക്കി. അവിടെ വെളിച്ചമില്ല എന്നവർ കണ്ടു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവർ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അമ്മ, നിങ്ങൾ വിഡ്ഢിത്തരങ്ങളൊന്നും കാണിക്കരുതിട്ടോ. നാളെ കൊണ്ട് എല്ലാം ശരിയാവും. വെറുതെ ആൾക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വേഗം ഉറങ്ങിക്കോളി. അതും പറഞ്ഞ് ആബിദ ഉമ്മയുടെ മുറിയിൽ നിന്ന് പോയി. നബീസു താടിക്ക് കൈയും കൊടുത്ത് കുറച്ച് സമയം അങ്ങനെ നിന്നു. പിന്നെ മൊബൈൽ എടുത്തു നോക്കി. ആമിനയുടെ നമ്പറായിരുന്നു അവർ തിരിഞ്ഞത്. എന്നാൽ മൊബൈലിൽ നിന്നും ആ നമ്പർ എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് പഴയ ഒരു ഡയറിയിൽ ആമിനയുടെ നമ്പർ എഴുതി വെച്ചത് നബീസ് ഓർത്തത്. അവൾ വേഗം അത് എടുത്ത് തുറന്നു നോക്കി. പിന്നെ മൊബൈലിൽ ആ നമ്പർ ഡയൽ ചെയ്തു. ആദ്യ റിങ്ങിൽ തന്നെ അപ്പുറത്തെ ഫോൺ എടുത്തു. അസ്സലാമു അലൈക്കും. ഈണമുള്ളൊരു സലാം കേട്ടു. നബീസു സലാം അടക്കി. ഇജി പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകാനും വന്നില്ല. ബുക്ക് ചെയ്തതൊക്കെ വെറുതെ ആയല്ലോ. ഓരോ തിരക്കായി. എനിക്കിപ്പോൾ ഉസ്താദിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അല്ല, ഈ നേരത്തോ? ഇപ്പോൾ സമയം 10 ആയില്ലേ? ഉസ്താദ് ഇപ്പോൾ ചിലപ്പോൾ ജിന്നുകൾക്ക് ക്ലാസ് എടുക്കുന്ന സമയമാവും. അത് കേട്ടതും നബീസുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. അല്ല, ജിന്നുകൾക്കോ? അതന്നെ, നമ്മൾ ഉസ്താദേ ജിന്നുകൾക്കും ക്ലാസ് എടുക്കാറുണ്ട്. ജിന്നുകൾക്ക് മാത്രമല്ല, ലോകത്തുള്ള പല ആളുകൾക്കും ഉസ്താദ് ഇവിടെ എന്ന് പറഞ്ഞാൽ കേൾക്കലോ. അല്ല, ഇപ്പോൾ എന്തിനാണ് ഈ നേരത്തെ ഉസ്താദിനെ വിളിക്കുന്നത്? എനിക്കെന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? നബീസു ഒന്ന് മൂളി. പിന്നെ എഴുന്നേറ്റ് വാതിൽ ചേർത്തടച്ചു. അതിനുശേഷം ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അപ്പോൾ അതാണ് കാര്യമല്ലേ? ഞാനൊരു കാര്യം ചെയ്യാൻ നബീസോ, ഉസ്താദിനൊന്ന് മെസ്സേജ് അയച്ചു നോക്കട്ടെ. ഈ സമയത്തെ വിളിക്കാനൊന്നും പറ്റൂല. എൻ്റെ നമ്പറും കൊടുക്കുക. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉസ്താദ് തിരിച്ചു വിളിക്കൂട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തെറ്റാതെ പറഞ്ഞു കൊടുത്താണ്ട് ഇനിയൊക്കെ ഉസ്താദിൻ്റെ കയ്യിലാണെന്നും പറയണം. പിന്നെയൊക്കെ ഉസ്താദ് ഏറ്റോളും. ഉസ്താദ് പറയുന്നത് പോലെയൊക്കെ ചെയ്താലേ എൻ്റെ മരുമോള് ഒരു പട്ടിയെപ്പോലെ എൻ്റെ കാഴ്ചവട്ടിൽ കിടക്കും. അത് മതി, ആവേശത്തോടെ നബീസ് പറഞ്ഞു. സത്യത്തിൽ എനിക്കിപ്പോൾ എന്താ വേണ്ടത്? ഓള് വീട്ടിൽ നിന്ന് പോകണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഓള് സ്വന്തം മനസ്സോടെ ഇറങ്ങിപ്പോണം. ഞങ്ങൾക്കൊരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ ഓള് ഇവിടെ തന്നെ നിൽക്കണം. ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യണം. ജമാൽ അടുത്ത മാസം തന്നെ പുതുപെണ്ണിനെയും കൊണ്ട് ഗൾഫിലേക്ക് പോകും. ഞാനും ആബിദയും കുട്ടികളൊക്കെ പോകുന്നുണ്ട്. ഉംറയൊക്കെ ചെയ്യണമെന്നുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ആമിന പറഞ്ഞു. ഞങ്ങളൊക്കെ പോകുമ്പോൾ ഇവിടെ കുട്ടികളുടെ ഉപ്പയെ നോക്കാൻ ആരും ഉണ്ടാവില്ല. സാബി ഉണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും മോള് ഉപ്പയെ നന്നായി നോക്കും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. എന്തായാലും ഞാൻ ഉസ്താദിനൊന്ന് മെസ്സേജ് അയക്കട്ടെ. അതും പറഞ്ഞ് ആമിന ഫോൺ കട്ട് ചെയ്തു. മിടിക്കുന്ന ഹൃദയമായി നബീസു കാത്തിരുന്നു. 2 മിനിറ്റ് തികയുന്നതിന് മുമ്പ് അവരുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നബീസു അതെടുത്തു. അസ്സലാമു അലൈക്കും. യൂട്യൂബിൽ കേട്ട് പരിചയിച്ച സുന്ദരമായ ശബ്ദം നബീസു കേട്ടു. അറിയാതെ സലാം അടക്കി. എന്താണ് പ്രശ്നം നബീസുത്ത? ഒക്കെ നമ്മളോട് പറഞ്ഞോളി, എല്ലാത്തിനും വഴി ഉണ്ടാവും. നബീസു തൻ്റെ സങ്കടങ്ങളുടെ കെട്ടയച്ചു.
ഉസ്താദ് എല്ലാം മൂളിക്കേട്ടുകൊണ്ടിരുന്നു. 2-3 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി. എല്ലാത്തിനും വഴിയുണ്ടാവും ഇത്താ. ചിലപ്പോൾ വീട്ടിൽ വന്ന് ഒരു ചെറിയ പണി ചെയ്യേണ്ടി വരും. അതിനു മുമ്പ് നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. സ്വർണ്ണം ഉപയോഗിച്ച് ഒരു ക്രിയ ചെയ്യാണ്ട് കുറച്ച് പണം നേർച്ച നേരുകയും വേണം. പിന്നെ നിങ്ങളെ മരുമകളറിയാതെ ഞാൻ തരുന്ന പൊടി അവൾക്ക് കലക്കി കൊടുക്കുകയും വേണം. അത്രയും ചെയ്താൽ പിന്നെ ഓളെക്കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഓളങ്ങനെ ജീവിച്ചു പോകും. പക്ഷേ കുറച്ച് പണത്തിന് ചിലവുണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് ശരിയാക്കാം ഉസ്താദേ, ആവേശത്തോടെ നബീസ് പറഞ്ഞു. പണം എത്ര വേണമെങ്കിലും തരാം, അത് മതി. പിന്നെ 5 പവനിൽ കുറയാത്ത ആഭരണങ്ങളും വേണം. അത് ബർക്കത്തിനുള്ളതാണ്. നിങ്ങളെ മുന്നിൽ വെച്ച് ഞാനൊരു കുടത്തിലാക്കി തരും. അതിലേക്ക് മന്ത്രിച്ചൂതും. അത് തുറക്കാതെ നിങ്ങളെ അലമാരിയിൽ വെച്ച് പൂട്ടണം. എന്തൊക്കെ സംഭവിച്ചാലേ ഒരാണ്ട് തികയാതെ അത് തുറക്കരുത്. തുറന്നാൽ നിങ്ങളെ മുന്നിൽ വെച്ച് ആ സ്വർണം കത്തിപ്പോവും. അതിലാണ് നിങ്ങളെ ബർക്കത്ത്. അതോടെ എല്ലാം ശരിയാവും. നാളെയല്ലേ നിങ്ങളുടെ മോൻ്റെ പുതിയ നിക്കാഹ്? അതെ, എല്ലാം ഭംഗിയായി നടക്കും. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ രാവിലെ ആമിനത്താത്ത നിങ്ങളെ കാണാൻ വരും. അവരെ കയ്യിലൊരു സാധനമുണ്ടാവും. ഞാൻ കൊടുത്തയച്ചതാണ്. അത് നിങ്ങൾ വാങ്ങി വെക്കേണ്ടി. പിന്നെ ഓലെ അതേറ്റ് വരുമ്പോൾ അവരെ കയ്യിൽ ഒരു 10,000 രൂപ കൊടുക്കണം കേട്ടോ. അത് ഉണ്ടാവൂലേ? ഉണ്ടാവും ഉസ്താദേ, ആവേശത്തോടെ നബീസ് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ പറ്റുമെങ്കിൽ നാളെ ഉച്ചക്ക് തന്നെ ഇങ്ങോട്ട് വരണ്ടേ. വരുമ്പോൾ സ്വർണ്ണാഭരണം കൊണ്ടുവരാൻ മറക്കണ്ട. നബീസു തലയാട്ടി. ഉസ്താദ് പറയുന്നത് അത്ഭുതത്തോടെ കേട്ടിരുന്നു. ഉസ്താദ് സലാം പറഞ്ഞ് കോൾ കട്ട് ചെയ്തതൊന്നും അവർ അറിഞ്ഞില്ല. നബീസു തൻ്റെ അലമാരി തുറന്ന് തൻ്റെ രഹസ്യറിയിൽ നിന്ന് സൂക്ഷിച്ചു വെച്ച പൈസയിൽ നിന്ന് 10,000 രൂപ എടുത്തു മാറ്റിവെച്ചു. പിന്നെ വലിയ പ്രതീക്ഷകളോടെ കിടന്നുറങ്ങി. അതേസമയം സാബി ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു. നാളെ മുതൽ തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അവൾക്ക് യാതൊരു ഊഹവുമില്ല. അവൾ എഴുന്നേറ്റ് വുളൂ എടുത്തു. പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അതിനുശേഷം കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യാൻ തുടങ്ങി. അവളുടെ 2 കണ്ണുകളിലൂടെയും കണ്ണുനീർ ഒഴുകിയിറങ്ങി. പിന്നീട് അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു. ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് സാബിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. ഒരുപക്ഷെ തന്നെ നിക്കാഹ് കഴിച്ചു കൊണ്ടുവന്ന ഈ വീട്ടിലെ അവസാന രാത്രിയായിരിക്കും ഇത് എന്ന് അവൾക്ക് തോന്നി. എല്ലാം നല്ലതിന് വേണ്ടിയായിരിക്കണമെന്ന് അവൾ പ്രാർത്ഥിച്ചു. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. അവൾക്ക് വയറിന് എന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. അവൾ അത് കാര്യമാക്കാതെ ഉമ്മയ്ക്ക് വേണ്ടി ചായ ഇട്ടു. ആദ്യം ഉണ്ടാക്കണ്ട എന്നാണ് കരുതിയത്. എങ്കിലും ഈ ഒരു ദിവസമായി പതിവ് മുടക്കണ്ട എന്ന് അവൾക്ക് തോന്നി. അപ്പോഴേക്കും നബീസു അടുക്കളയിലേക്ക് വന്നു. സാബി ചായ ഉണ്ടാക്കില്ല എന്ന് തന്നെയായിരുന്നു അവർ കരുതിയത്. എന്നാൽ അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും സാബി ചായ അവർക്ക് നേരെ നീട്ടി. അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നബീസുവിന് ആ ചായ ഗ്ലാസ് വാങ്ങിയപ്പോൾ അല്പം വല്ലായ്മ തോന്നിയിരുന്നില്ല. സാബി അത് ശ്രദ്ധിക്കാൻ പോയില്ല. പകരം അവൾ നേരെ പോയി സുബഹി നിസ്കരിച്ചു. പിന്നീട് യാസീൻ ഓതി. അല്പം സമയം പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ അടുക്കളയിലേക്ക് നടന്നു. പുട്ടാണ് അവൾ ഉണ്ടാക്കിയത്. അതാണ് എളുപ്പമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. കടലക്കറിക്ക് പകരം ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് അത് കറി വെച്ചു. മുറ്റം അടിക്കുകയും നിലം തുടക്കുകയും വേണ്ട എന്ന് അവൾക്ക് തോന്നി. പിന്നീട് അവൾ മുറിയിലേക്ക് ചെന്നു. ഒരു പഴയ ബാഗെടുത്ത് തൻ്റെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ പാക്ക് ചെയ്തു. അത്യാവശ്യം നല്ലതു മാത്രമാണ് അവർ എടുത്തത്. പുറത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത വസ്ത്രങ്ങളെല്ലാം അലമാരയിൽ തന്നെ വെച്ചു. നിക്കാഹ് കഴിഞ്ഞ് പുതിയ ഭാര്യയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ പോകണമെന്ന് അവൾ ഉറപ്പിച്ചു. ലൈലത്ത അവൾക്ക് പോകാനുള്ള ഇടം ശരിയാക്കിയിട്ടുണ്ട്. അവളുടെ കൂടെ പഠിച്ച ഒരു കുട്ടി കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവൾ ഒരു വൃദ്ധസദനത്തിൽ താമസം ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചില്ലറ ജോലികൾ ചെയ്യുക, താമസിക്കുക. അടുത്ത് തന്നെ അങ്കണവാടിയും സ്കൂളുമുണ്ട്. താമസവും ഭക്ഷണവും അവിടെ കിട്ടും. ജോലി ചെയ്യുന്നതിന് ഒരു ചെറിയ ശമ്പളവും. തൽക്കാലം അത് മതിയാകും എന്നവൾ ചിന്തിച്ചു. പ്രസവ സമയത്ത് പണം വേണ്ടിവരും. അതൊക്കെ സമയത്ത് നടന്നുകൊള്ളുമെന്ന് അവൾ കരുതി. സമയം 7 മണിയായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് വന്നു. ജമാൽ അപ്പോഴും റൂമിൽ തന്നെയായിരുന്നു. അയാൾക്ക് സാബിയെ ഫേസ് ചെയ്യാൻ നല്ല മടി തോന്നി. അപ്പോൾ വീടിന് മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ നിന്നു. നബീസു മുൻപിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു. ആമിന ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നബീസു അങ്ങോട്ട് ചെന്നു. ആമിന ചെറിയൊരു സാധനം കൈമാറി. നബീസു കയ്യിൽ കരുതിയ പണം അവരെ ഏൽപ്പിച്ചു. ഉസ്താദ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ?
ആ ഓർമ്മയുണ്ട്. നബീസു സന്തോഷത്തോടെ തലയാട്ടി. ആ നബീസോ, അപ്പോൾ എല്ലാം റെഡിയാക്കിക്കോ. ഉച്ചയ്ക്ക് തന്നെ നമുക്ക് ഈ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകണം. എനിക്ക് ഭാഗ്യമുണ്ട്. ഇത്ര പെട്ടെന്നൊന്നും ആരുടേത് ഉസ്താദേ ശരിയാക്കി കൊടുക്കാറൊന്നുമില്ല. അൽഹംദുലില്ലാ, നബീസു ആത്മാർത്ഥമായി പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ഞാൻ വരാം. അല്ലെങ്കിൽ വേണ്ട, ഒരു 12 മണിയാകുമ്പോൾ റെഡിയായി നിന്നോ. ഇവിടെ നിന്നും കാറ് അങ്ങോട്ട് പോകുന്നുണ്ട്. അവർ ആകെ 2 പേര് മാത്രമേ ഉള്ളൂ. അവരെ കൂടെ നമുക്കും പോവാം. നബീസു തലയാട്ടി. ഓട്ടോറിക്ഷ പോയതിനു ശേഷം അവർ വീട്ടിലേക്ക് നടന്നു. സിറ്റൗട്ടിൽ ആബിദ നിൽക്കുന്നത് അവർ കണ്ടു. എന്താണുമ്മ, ഒരു രഹസ്യ പരിപാടി? ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ നബീസു തലയാട്ടി. എന്തിനാണ് ആമിനത്താത്ത ഇങ്ങോട്ട് വന്നത്? സംശയം തീരാതെ ആബിദ പിന്നെയും ചോദിച്ചു. ഓ, ഓൾ ഇതുവഴി പോവുമായിരുന്നു. എന്നെ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഞങ്ങൾ പഴയ കൂട്ടുകാരികളല്ലേ? ആബിദ അമർത്തിയൊന്നും മൂളി. ഓ, കൂട്ടുകാരിയൊക്കെ തന്നെയാവും. പക്ഷേ അതിൻ്റെ സ്വഭാവം അത്ര ശരിയൊന്നുമില്ല. ഇപ്പോൾ ഏതോ ഉസ്താദിൻ്റെ കൂടെ ബീവിയായിട്ട് നടക്കുകയാണെന്ന് കേട്ടു. അതിലൊന്നും പോയി ചാടലിട്ടുമ്മോ. ഞാൻ അതിനൊക്കെ പോകാം മോളെ. അതും പറഞ്ഞ് നബീസുമ്മ അവിടെ നിന്നും പോയി. അപ്പോഴാണ് ജമാൽ നബീസുമ്മയുടെ അടുത്തേക്ക് വന്നത്. എപ്പോഴാണ് പോകുന്നത്? ഞാനിപ്പോൾ പോവും ഉമ്മ. അവിടെ ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അസറിനാണ് കേട്ടോ നിക്കാഹ്. മഹർ വാങ്ങിയോ? അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പറഞ്ഞത് ഉമ്മാക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് മുഖഭാവം കണ്ടപ്പോൾ ജമാലിനെ മനസ്സിലായി. എന്നാൽ അവൻ അത് മെയിൻറ്റ് ചെയ്യാൻ പോയില്ല. ഈ സംസാരം സാബിയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗൾഫിൽ നിന്ന് തന്നെ ഇക്ക പുതിയ ഭാര്യയ്ക്ക് കൊടുക്കാനായി മഹർ വാങ്ങിയിട്ടുണ്ട്. അത് ഓർത്തതും അവളുടെ മനസ്സൊന്ന് പിടഞ്ഞു. തന്നെ ക്രൂരമായി അവഗണിക്കുന്നതിൻ്റെ ഇടയിൽ ഇക്ക അവിടെ പുതിയ നിക്കാഹിൻ്റെ ആലോചനയിലായിരുന്നു. ഓ, അതൊക്കെ അവിടെ വെച്ച് തന്നെ വാങ്ങിയില്ലേ? എന്നിട്ടും ഉമ്മാക്കൊരു മാല വാങ്ങാൻ എനിക്ക് തോന്നിയില്ലല്ലോ. ഉമ്മ, അപ്പോൾ ഈ കൊത്തിലുള്ളതോ? അതൊന്നും പോരെ? ജമാലിൻ്റെ ചോദ്യം പെട്ടെന്നായിരുന്നു. അത് പഴയതല്ല മോനെ. ഗൾഫിലൊക്കെ സ്വർണത്തിന് വില കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാ. അത് നല്ലോണം ഓർമ്മ വേണം. ഒരു കാര്യം ചെയ്യ്, അടുത്ത തവണ വരുമ്പോഴേ ഒരു 5 പവൻ്റെ മാല ഉമ്മാക്ക് വാങ്ങിക്കോ. ഞാൻ ഇട്ടോളാം. എൻ്റെ കുട്ടികളെ കല്യാണം ആകുമ്പോൾ ഓർക്ക് എടുക്കുകയും ചെയ്യാലോ. ജമാൽ ഒന്നും മിണ്ടിയില്ല. ഉമ്മാക്ക് സ്വർണത്തിന് വല്ലാത്ത ഭ്രമമാണെന്ന് അവൻ ഓർത്തു. ഉമ്മയുടെ കയ്യിൽ എത്രയോ പവൻ സ്വർണമുണ്ടെന്ന് ഉമ്മാക്ക് മാത്രമേ അറിയൂ. ഉമ്മയുടെ സ്വത്ത് അന്നത്തെ കാലത്ത് തന്നെ ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് പോലും ഉമ്മ പറഞ്ഞിട്ടില്ല. ഉമ്മയുടെ അലമാരയുടെ ചാവി ഉമ്മയുടെ കോന്തലയിൽ തന്നെയാണ്. ഉപ്പ പോലും അത് ശരിക്കും തുറന്ന് കണ്ടിട്ടുണ്ടാവില്ല. അതിൽ കുറേ പൈസയും സ്വർണവും കാണും. എന്നിട്ട് ഉമ്മാക്ക് ഇപ്പോഴും സ്വർണത്തിന് ആക്രാന്തം തന്നെയാണ്. ആ ഉമ്മ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാം. നബീസു സ്നേഹത്തോടെ മകനെ നോക്കി. അവൻ ഉമ്മയിൽ നിന്നും രക്ഷപ്പെടാനായി പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളും പോവാണുമ്മ. ഇനി നാളെ വരാം. അങ്ങോട്ട് വന്ന് ആബിദ പറഞ്ഞപ്പോൾ നബീസു പതിയെ തലയാട്ടി. സാധാരണ പിന്നെ പോവാം എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇന്ന് അവർ അങ്ങനെ പറഞ്ഞില്ല. ആബിദ അറിയാതെ വേണം ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകാനെന്ന് നബീസു തീരുമാനിച്ചതാണ്. ആബിദയ്ക്ക് ഇങ്ങനെയുള്ള ഉസ്താദുമാരെയൊന്നും വിശ്വാസമില്ല. എല്ലാം തട്ടിപ്പാണ് എന്നാണ് അവൾ പറയാറുള്ളത്. അവളുടെ ഭർത്താവും വീട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയാറ്. ആബിദ അറിഞ്ഞ ഒരു പക്ഷേ എല്ലാം കുളമാകും. ആബിദ ഉച്ചയ്ക്ക് മുൻപ് അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് നബീസു ആഗ്രഹിച്ചിരുന്നു. അത് ഫലിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അത് നന്നായി മോളെ, ഞാനും പറയാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട്. ഈ പോയിട്ട് ഞാനും ഒന്ന് പുറത്തേക്ക് പോവും. സാബി പോവുകയാണെങ്കിൽ ആ സമയം വീട്ടിൽ വേണ്ടല്ലോ. ആ, അതാ നല്ലത്. എങ്കിലും ഉമ്മ എൻ്റെ കൂടെ പോരി. ഇന്ന് അവിടെ നിന്നിട്ട് നമുക്ക് നാളെ തിരിച്ചു പോരാം. അത് വേണ്ട മോളെ, അത് വേണ്ട. ഞാൻ പിന്നെ വരുന്നത്. ആമിനാൻ്റെ വീട്ടിലൊന്ന് പോകണം. മോളെ പ്രസവിച്ച് കിടക്കല്ലേ? ആ, പ്രസവിച്ച് കൊടുക്കുന്നതൊക്കെ കൊള്ളാം. കാണാൻ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓരോടൊന്നും വല്ലാതെ ഒട്ടാൻ പോകണ്ട കേട്ടോ. ഒരു അന്തംകമ്പി സ്വഭാവമാണ് ആമിനാത്താക്ക്. ഇപ്പോൾ ഏതോ ഒരു തട്ടിപ്പ് ഉസ്താദിൻ്റെ കൂടി എന്തൊക്കെയോ ചൊല്ലിയും പറഞ്ഞാൽ നടപ്പ്. മനുഷ്യനെ വെറുതെ പറ്റിക്കാൻ. നല്ല വഴിയിൽ പോകുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് ആമിന പറഞ്ഞതാണ് നബീസുവിന് ഓർമ്മ വന്നത്. ഇതെല്ലാം ഇബ്ലീസിൻ്റെ പണിയാണത്രേ. നല്ലയിലേക്ക് പോകുമ്പോഴേ ഇബ്ലീസ് പല കുതന്ത്രങ്ങളും ചെയ്ത് പിന്തിരിപ്പിക്കും. അതിലൊന്നും വീഴരുത് എന്ന് ആമിന പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നോക്കണ്ട മോളെ. ഞാൻ എന്തായാലും ഓളെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഉപ്പ ഒറ്റയ്ക്കാവില്ല ഉമ്മ. അതിന് സാബി ഇവിടെ ഉണ്ടാവില്ലേ? അത് പറഞ്ഞപ്പോഴാണ് അബദ്ധം പറ്റിയതുപോലെ നബീസ് ഓർക്കുന്നത്. ഓൾ പോകുന്ന അല്ലേ അമ്മ പറഞ്ഞത്? തൽക്കാലം ലൈലയോടോ സെലീനയോടോ ഇവിടെ ഒന്ന് നിൽക്കാൻ പറ. ആ, പറയാം. അല്പം കഴിഞ്ഞപ്പോൾ അവളും മക്കളും ഒരു ഓട്ടോ വിളിച്ച് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നബീസു പർദ്ദയും ധരിച്ച്
കാത്തിരുന്നു. 12 മണിയായപ്പോൾ സാബിക്ക് അടിവയറ്റിനുള്ളിലൂടെ വല്ലാത്തൊരു ഇരമ്പൽ അനുഭവപ്പെട്ടു. അതിന് പിന്നാലെ വയർ ഒന്ന് കൊളുത്തിപ്പിടിച്ചു. അടിവസ്ത്രം നനയുന്നത് പോലെ അവൾക്ക് തോന്നി. വയറുവേദന അസഹ്യമായാണ് തോന്നിയത്. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. പിന്നെ ആശ്രയത്തിനായി അവൾ ടേബിളിൽ പിടിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കുഴഞ്ഞ് അവൾ മാർബിൾ തറയിലേക്ക് വീണു. പിന്നെ അവൾക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ സനമോളും വഫമോളും പുറത്തു നിന്ന് അകത്തേക്ക് കയറി വന്നു. ഉമ്മ നിലത്ത് വീണ് കിടക്കുന്നതും തറയിൽ ചോര പടർന്നു കിടക്കുന്നതും കണ്ടപ്പോൾ അവർ ഭയത്തോടെ ഉറക്കെ കരഞ്ഞു. ഉമ്മ. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.